ഹായ്, നമുക്ക് IDBI ബാങ്കിൻ്റെ ഒരു ചാർട്ട് അനാലിസിസ് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഞാനിവിടെ വരച്ചിട്ടിട്ടുണ്ട്. ഒരു വീക്ക്ലി ടൈം ഫ്രെയിമാണ്, അതൊരു ലോങ് ടൈം വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ചെറിയ ചെറിയ ഒരു ഡൗൺ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ലോങ് ടൈം വ്യൂ ആണ് നോക്കുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ കാണാം. ഇച്ചിരി നമുക്കൊന്ന് വലുതാക്കാം. അപ്പം ഇവിടെ നമുക്കൊരു കാണാം, ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട്, ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചാനൽ നമുക്ക് കാണാം. ഇവിടെ ഒരു സപ്പോർട്ട്, ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട്, തൊട്ടടുത്തൊരു ദിവസത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു റീടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് ഈ ലൈൻ ആക്ട് ചെയ്യുന്നത്, അതായത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പം അതൊരു സപ്പോർട്ടായിരിക്കും. റീടെസ്റ്റ് ആയാലും നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നല്ലൊരു എൻട്രി എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആകാൻ നേരത്തെ ഈ ഒരു ലൈനിൽ നിന്ന്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി കൂടെ ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ ഒന്ന് ബ്രേക്ക് ഔട്ടായി മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു എൻട്രി എടുക്കാം. നമുക്കിത് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുക? സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. സ്വിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിലിന് താഴെ, അത് നമ്മുടെ റിസ്ക് അനുസരിച്ചിട്ട്. പക്ഷേ ഞാൻ ഇപ്പം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ ആയിട്ട് ഞാൻ വെക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ വരെ റണ്ണ് ചെയ്യിക്കാമെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഞാനൊരു സ്റ്റോപ്പ് ലോസ് വെക്കും. പിന്നെ ഒരു റിസ്ക് റിവാർഡ് എപ്പോഴും നമ്മളൊരു 1:2 അല്ലെ 1:1.5 എങ്കിലും അറ്റ്ലീസ്റ്റ് 1:2 ആണ് വെക്കാൻ. അപ്പോൾ ഒരു നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു അത്യാവശ്യം നമുക്കൊരു 90%, 100% എടുത്ത് നമുക്ക് പ്രോഫിറ്റ് നമുക്കെടുക്കാം. ഓക്കെ, അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1:2 മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് നമുക്ക് വെക്കാം. ഓക്കെ, ടാർഗറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങുക, സ്റ്റോപ്പ് ലോസ് അടിക്കാൻ നേരത്ത് പിന്നെ കയറുമെന്ന് വെച്ചിട്ട് നിൽക്കാതിരിക്കുക. കാരണം ചിലപ്പോൾ അത് ഒരുപാട് നാൾ ഹോൾഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കയറി ഇല്ലെന്നിരിക്കും. എപ്പോഴും നമ്മളൊരു ക്ലിയർ എൻട്രി, ക്ലിയർ എക്സിറ്റ് നമ്മൾ ചെയ്യുക. ആദ്യമേ പ്രീ പ്ലാൻ ചെയ്തിട്ട് കയറുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഇമോഷണലി ഇന്ന് നാളെ കയറിയേക്കും ആ ഒരു രീതി നമ്മൾ ചെയ്യാതിരിക്കുക. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ഇപ്പം നമ്മളിപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്, റീടെസ്റ്റ് ഉണ്ട്. ഇതൊരു നല്ലൊരു ബൈയിങ് ഏരിയ ആണ്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഓക്കെ. പക്ഷേ ഒന്നുകൂടെ സേഫ് ഈ ഒരു ഏരിയയിൽ നിന്ന് മേടിക്കുന്നതാണ്, ഈ ഒരു ഏരിയ ബ്രേക്ക് ആകുമ്പോൾ മേടിക്കുന്നതാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മളൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, അതായത് നല്ലൊരു ലോങ് ടൈം ബ്രേക്ക് ഔട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മുകളിലോട്ട് തന്നെ ഒരു പോക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് റീസെൻ്റ്ലി നമ്മൾ നോക്കാൻ നേരത്ത് ഇപ്പം ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എവിടെ വരെ ഹോൾഡ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചാനലിനകത്ത് എത്ര നാൾ നമ്മൾ നിൽക്കുന്നു, ഈ ഒരു കളറിലെ ഈ ഒരു ചാനലിനകത്ത് എത്ര നാൾ നിൽക്കുന്നോ നമുക്കതൊന്ന് വലുതാക്കാം. ആ ഒരു എത്ര നാൾ നിൽക്കുന്നു നമുക്ക് അത്രയും നാൾ നമുക്ക് ഹോൾഡ് ചെയ്യാം, കുഴപ്പമില്ല. ലോങ് ടൈം ആണ് നോക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അലേർട്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ ബ്രേക്ക് ഔട്ട് ആകാം. ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാൻ നേരത്ത് ഈ ഒരു ലൈൻ, അപ്പോഴത്തേക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് അലേർട്ടായിട്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഒരു റിസ്കിൻ്റെ ഒരു അത് വെച്ചിട്ടിരിക്കും. അത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു റിസ്ക്, കാരണം എത്ര രൂപ നമുക്ക് കളയാൻ നമ്മൾ തയ്യാറാണ്, എത്ര രൂപ നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ തയ്യാറാണ്, അതൊരു എപ്പോഴും നമ്മുടെ മൈൻഡ് വേണം. നമ്മൾ എൻട്രി എടുക്കാൻ നേരത്ത് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെന്നുണ്ടെങ്കിൽ ടാർഗറ്റ്, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ നമ്മളെപ്പോഴും കാണിക്കണം. നമ്മളത് എപ്പോഴും അത് വെയിറ്റ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഓക്കെ, നല്ല ഒരു ചാർട്ട് ഒന്ന് വാച്ച് സ്റ്റഡി ചെയ്തിട്ട് ചാർട്ട് പാറ്റേണൊക്കെ ഒന്ന് വരച്ചിട്ട് ഒന്ന് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കോളായിട്ട് എടുക്കണ്ട, ഒരു ജസ്റ്റ് ഒരു എൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ എൻ്റെ വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.